കോഴിക്കോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്ന തട്ടുകട, ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ തട്ടുകടകളിലൊന്ന് കോഴിക്കോട് ടൗണിൽ തന്നെ, അതാണിത്. ഇവിടെ ഞാനും പോയി. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ടൗണിലെ മറ്റുള്ള തട്ടുകളെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അധികം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ദോശയും പിന്നെ ചിക്കൻ തവ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം മേടിച്ച്. അപ്പോൾ ഈ ഒരു മസാലയും മിക്സ് ആക്കിയിട്ട് അവരവിടെ ചിക്കൻ വേവിച്ച് വെച്ചത് രണ്ടും കൂടി ഒന്നും കൂടി ചൂടാക്കിയിട്ട് മസാല അതിലാക്കി തരുന്നത്. പിന്നെ അതിനോട് ഒരു പൊറോട്ട അടിച്ചു. പൊറോട്ട അവിടെ നിന്ന് എന്തായാലും ലൈവ് ആക്കുന്നതല്ല, അവർ ഒന്നിക്കിൽ ആദ്യം ആക്കി വെച്ചത് അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചത് ചൂടാക്കിയിട്ട് തരുന്നതാണ്. ചിക്കൻ്റെ വേറെ എന്താ ഐറ്റംസ് സെയിം മസാല, പക്ഷേ ചെറിയ ചെറിയ പീസ്. അപ്പോൾ ഈ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം ഓരോ പോർഷനിലെ ഓരോ പീസിന് വരുന്നത് 100 രൂപയാണ് കേട്ടോ. മറ്റുള്ള തട്ടുകളിൽ വെച്ച് നോക്കുമ്പോൾ പൈസ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇവിടെ നിന്ന് പ്രത്യേകത വെച്ചാൽ ഇവർക്ക് അതിൻ്റെ കൂടെ തന്നെ ഇവർ മസാലയും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഗ്രേവി ആക്കിയിട്ടാണ് ഇവർ തരുന്നത്. തവ അങ്ങനെയുള്ള ഓരോ പേര് പറഞ്ഞിട്ട്. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് ഉള്ളത്. പക്ഷേ ഇവിടെ ഫുള്ള് ചുറ്റും ഫാമിലി അടക്കമായിട്ടുള്ള ആൾക്കാർ രാത്രി മഴ പെയ്തിട്ട് പോലും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ മിക്സും ഉണ്ട് കേട്ടോ. നമ്മളെ കണ്ണൂരൊക്കെ വെച്ചാൽ എല്ലാ തട്ടുകളിലും മിക്സ് ഉണ്ട്. പക്ഷേ കോഴിക്കോട് ടൗണിലൊക്കെ എല്ലാ തട്ടുകളിലും മിക്സില്ല. ദോശയാണ് മെയിൻ. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ വരുന്ന പാലം സ്റ്റാൻഡിലേക്ക് വന്ന് ജംഗ്ഷൻ.